ഹായ് ഓൾ, വെൽക്കം ടു നൈനാസ് കിച്ചൺ. എൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോണത് ഖത്താറയിലേക്കാണ് കേട്ടോ. ഇപ്പോൾ ഖത്താറ എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, ഖത്തറിലില്ലാത്തവർക്ക് വേണ്ടിയിട്ട്. ഒരു ബീച്ച് സൈഡിലുള്ള ആർട്ട് ആൻഡ് കൾച്ചറൽ വില്ലേജാണ് ഖത്താറ. അപ്പോൾ അങ്ങനെയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഖത്താറയിൽ നടക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഖത്താറയുടെ ഒരു സദേൺ പോർഷനിലായിട്ട് മെഹസിൽ ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നുണ്ട്. ഇത് ജാനുവരിയിൽ തുടങ്ങിയതാണ്, മാർച്ച് 31 ആകുമ്പോൾ തീരും. അപ്പോൾ ഈ മെഹസിൽ ഫെസ്റ്റിവൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വ്ളോഗ് ചെയ്യണത്. ഈ മെഹസിൽ ഫെസ്റ്റിവൽ എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇത് നമ്മുടെ ഖത്തറിൽ ലോക്കലി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള, ഫാമുകളിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ്, പോൾട്രി, മീറ്റ്, ഡയറി പ്രൊഡക്ട്സ്, അതുപോലെ തന്നെ ഗാർഡനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ചെടികൾ, ഇതൊക്കെ ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട്, ഫാമുകളിൽ നിന്ന് നേരിട്ട് ജനങ്ങളിലേക്ക് ഏറ്റവും വിലക്കുറവിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഖത്തറിൻ്റെ മുനിസിപ്പാലിറ്റിയും പിന്നെ ഖത്താറയുടെയും കൂടി ഒരു ജോയിനായിട്ട് ഇവർ ഇതിൻ്റെയും ജോയിനായിട്ട് നടക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് മെഹസിൽ ഫെസ്റ്റിവൽ. അപ്പോൾ ഈ മെഹസിൽ ഫെസ്റ്റിവലിൽ ഇതുപോലെ ഒരുപാട് സ്റ്റാളുകൾ അവരുണ്ടാക്കിയിട്ടുണ്ട്. ഈ ഓരോ സ്റ്റാളിലും ഓരോ ഫാമിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് ഉള്ളത്. ചില സ്റ്റാളുകൾക്ക് നമ്പറാണ്, ഫാം നമ്പറാണുള്ളത്, ചിലതിന് പേരുണ്ട്. പിന്നെ ഇതിൽ ഏകദേശം ഒരു 22ഓളം ഫാമുകൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ വെജിറ്റബിൾസ്, മീറ്റ്, പോൾട്രി, ഡയറി പ്രൊഡക്ട്സ്, എഗ്ഗ്, പിന്നെ ഇതുപോലെ ചെടികൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് വാങ്ങാൻ കിട്ടും. ഗവൺമെൻറ് തന്നെയാണ് ഇവരുടെ പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ആ വിലയിൽ മാത്രമേ ഇവർക്ക് വിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ വിലക്കുറവാണ് ഇവിടെ സാധനങ്ങൾക്ക്. അപ്പോൾ ഈ ഷോപ്പിലാണ് ഞങ്ങൾ ആദ്യം തന്നെ പോയത്. അൽ ബറാറി ഖത്തർ എന്ന് പറയുന്ന ഒരു ഫാമിൻ്റെ ഷോപ്പാണ് ഇത്. അപ്പോൾ ഇവിടെ വെജിറ്റബിൾസ്, ഡേറ്റ്സ്, പച്ചക്കറികൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളാണ് ഞാനിപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കണം. സീഡൊന്നും ഇല്ലാത്ത ഡേറ്റ്സിൻ്റെ പ്യുവറായിട്ടുള്ള പേസ്റ്റ്. പിന്നെ ഇവിടെ ഈത്തപ്പഴം ഉണ്ട്. ഇതൊക്കെ ഖത്തർ മെയ്ഡാണ്. 10 റിയാലേ ഉള്ളൂ ഒരു പാക്കറ്റ്. ചേട്ടാ, നിങ്ങളുടെ ഫാമിന്റെ പേരെന്താ? അൽ ബറാറി. പിന്നെ ഇവിടെ ഉള്ളത് ഇത് തക്കാളി അല്ലേ ചേട്ടാ? ഇത് ഡ്രൈ ടൊമാറ്റോ ആണ്. അതായത് നമ്മുടെ ചെറി ടൊമാറ്റോനെ ഉണക്കിയത്. അതിപ്പോൾ അറബ്സൊക്കെ ഓംലെറ്റിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഇവിടുത്തെ ചേട്ടൻ പറയണത്. പിന്നെ അതൊക്കെയാണ് ഇവിടെ ഉള്ള സംഭവങ്ങൾ. പിന്നെ ഇതാ ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ഡേറ്റ്സിന്റെ സീഡ്സ് ഒന്നും ഇല്ലാണ്ട് പ്രസ് ചെയ്ത പ്യുവർ ആയിട്ടുള്ള ഫോം. നമ്മൾ ശരിക്കും ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് നല്ല വിലക്കുറവാണ് സാധനങ്ങൾക്ക് കേട്ടോ, പച്ചക്കറിക്കൊക്കെ. പിന്നെ ഇവിടെ ഒരു ലിസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു ലിസ്റ്റ് ഉണ്ട്. ഇത് നമ്മുടെ ഖത്തർ ഗവൺമെന്റിന്റെ ഒരു പ്രൈസ് ലിസ്റ്റ് ആണ് ഇതുള്ളത്. ഓരോന്നിന്റെയും വില ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. പക്ഷെ നമ്മള് മലയാളികൾ ഷോപ്പ് കീപ്പേഴ്സ് ആയിട്ടുള്ള ഷോപ്പിൽ പോവുകയാണെങ്കിൽ ഇതിനേക്കാൾ 1 റിയാൽ കുറച്ച് കിട്ടും ബാക്കിയുള്ള ഷോപ്പിനെ വെച്ചിട്ട്. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ നല്ല വിലക്കുറവാണ്, എല്ലാ സാധനങ്ങൾക്കും നല്ല വിലക്കുറവുണ്ട്. പിന്നെ നമ്മൾ നോർമലി ഹൈപ്പർ മാർക്കറ്റ്സിൽ കാണുന്നേക്കാളും പച്ചക്കറിക്കൊക്കെ നല്ല വിലക്കുറവാണ്. ഇവിടെ ചെറി ടൊമാറ്റോയുടെ ഒരു ഇതുണ്ട്. ഇതിനൊക്കെ 5 റിയാലേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ ഇവിടുത്തെ ഷോപ്പിൽ വരുമ്പോൾ മലയാളികളുടെ ഷോപ്പിൽ അല്ലെങ്കിൽ തേനും ഉണ്ട്. തേനിന് എത്രയാണ് കേട്ടോ വില? 250. ഇത് 1 കിലോക്ക് 230 റിയാലാണ് കേട്ടോ ഇതിന്റെ വില. പ്യുവർ ആയിട്ടുള്ള ഹണിയാണ്, ഖത്തർ മെയ്ഡ് ആണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫാമിൽ നിന്ന് വരുന്നതാണ്. എല്ലാം ഖത്തറിലുള്ള സാധനങ്ങളാണ് കേട്ടോ ഉള്ളത്. ഇത് ഡേറ്റ് സിറപ്പാണ്, ഷുഗർ ഒന്നും ചേർക്കാത്ത ഡേറ്റ് സിറപ്പ്. ഇത് നമ്മളിപ്പോ നേരത്തെ കണ്ടില്ലേ, ഒരു 100 റിയാലിന്റെ കുപ്പി, അതിന്റെ ചെറിയ പോർഷൻ അതാണ്. ഇത് എത്ര എമൗണ്ട് ഉള്ള പോർഷനാ ചേട്ടാ? അല്ല, ഇത് എത്ര ലിറ്റർ? 330 മില്ലിയുടെ കുപ്പിയാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. മധുരമൊന്നുമില്ല, നമ്മുടെ ഡേറ്റ്സിന്റെ മാത്രം ടേസ്റ്റേ ഉള്ളൂ. ഷോപ്പാണ് ഖത്തറിലെ തന്നെ ഡേറ്റ്സ്, ഇവിടെ നിന്നുള്ള ലോക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡേറ്റ്സിന്റെ ഒരു ഷോപ്പാണ്. ഇതെന്ന് പറയുന്നത് കുറച്ച് ക്വാളിറ്റി ഉള്ള ഡേറ്റ്സുകൾ വിൽക്കുന്ന ഒരു ഷോപ്പാണ്. ഇപ്പം നമ്മൾ കുറച്ച് നാളായിട്ട് ഖത്തറിൽ നമ്മൾ ഹൈപ്പർ മാർക്കറ്റ്സിലും അൽമീറയിലും ഒക്കെ കാണാറുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈത്തപ്പഴങ്ങളുണ്ടല്ലോ, അതിൻ്റെ ബോക്സസ് ഉണ്ട്. അതാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇതിൻ്റെ ലോവസ്റ്റ് പ്രൈസിലുള്ള ഈത്തപ്പഴവും ഇവിടെ ഉണ്ട്. പിന്നെ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങണേക്കാൾ നല്ല വിലക്കുറവാണ്. ഈ താഴെ ഇരിക്കുന്ന ഈത്തപ്പഴങ്ങൾക്കൊക്കെ 10 റിയാലേ ഉള്ളൂ കേട്ടോ. എല്ലാത്തിനും 10 റിയാലേ ഉള്ളൂ. അല്ലാതെ കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള നല്ല ഈത്തപ്പഴമുണ്ട്. ഈ സഫാവി എന്ന് പറയുന്ന ഈത്തപ്പഴം ഉണ്ടല്ലോ, 29 റിയാലാണ് ഇവിടെയുള്ള പ്രൈസ്. ഇത് നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നോ അൽമീറയിൽ നിന്നോ വാങ്ങുമ്പോൾ 35 റിയാൽ കൊടുക്കണം. 6 റിയാലിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എനിക്കിത് എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ, ഞാൻ സ്ഥിരം വാങ്ങുന്ന ഈത്തപ്പഴമാണ് സഫാവി. മോള് കഴിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട്. അപ്പോൾ ശരിക്കും 6 റിയാലിൻ്റെ ഡിഫറൻസ് ഈ ഈത്തപ്പഴത്തിൽ മാത്രമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാത്തിനും ആ ഡിഫറൻസ് ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കണം. എനിക്ക് മനസ്സിലായത്. എല്ലാത്തിനും നല്ല വിലക്കുറവാണ്. പിന്നെ
ഇത് വേറൊരു ഷോപ്പാണ് കേട്ടോ, ഹണിയൊക്കെ വിൽക്കണ ഒരു ഷോപ്പാണ്. ഇതിൽ ഖത്തറിൻ്റെ ഹണിയും ഉണ്ട്, പക്ഷേ ഇത് കൂടുതൽ ഒമാൻ്റെ പ്രൊഡക്ട്സാണ് കൂടുതലുള്ളത്. പിന്നെ ഇവിടെ ഒരുപാട് തരത്തിലുള്ള ഹണികളുണ്ട്, ഹണി കോംബ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കണ്ടു. നല്ല പ്യുവറായിട്ടുള്ള ഹണിയാണെന്നൊക്കെയാണ് ഇവർ പറയണത്. അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ട്. ഇവിടെ പറയുന്ന റേറ്റ് 1 ലിറ്ററിന് 250 റിയാൽ എന്നാണ് പറയണത് കേട്ടോ. പക്ഷെ നമ്മൾ ആദ്യം കണ്ട ഷോപ്പിൽ 230 റിയാലിന് കിട്ടും എന്നാണ് ആ പുള്ളി പറഞ്ഞത്. ഇത് വൈറ്റ് ഹണിയാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് വൈറ്റ് ഹണി കാണുന്നത്. കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പം ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ ഏകദേശമുള്ള ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം, ഒരു ക്രീമി ടെക്സ്ചറാണ് ഇതിന്. പിന്നെ ഇവിടെ ഒരു ഹണി കോംബ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ വിൽക്കാനായിട്ടുള്ളതാണ്. തുർക്കിയുടെ ഹണി കോംബാണിത്. പിന്നെ ഖത്തറിൻ്റെ ഹണി ഉണ്ട്. പിന്നെ വേറെ ഒരുപാട് തരം ഹണികൾ ആ ഷോപ്പിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഒരു തേനീച്ചയുടെ കൂട് വെച്ചിട്ടുണ്ട് ഇതിനെ റെപ്രസെന്റ് ചെയ്തിട്ട്. പിന്നെ ഈ വൈറ്റ് ഹണിയുടെ ബാക്കിൽ ഒരു വട്ടത്തിലൊരു സാധനം കണ്ട. അവർ പറഞ്ഞു അത് കൂട്ടിന്ന് കിട്ടണം, ഹണിയുടെ കൂട്ടിന്ന് കിട്ടണം എന്തോ ഒരു വാക്സ് ആണെന്നാണ് അവർ. ഇത് വേറൊരു ഫാമിൻ്റെ ഷോപ്പാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെയുണ്ട് ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ, വഴുതനങ്ങ. പിന്നെ ഇവിടെ കുറേ ലീഫി വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം പോയ ഷോപ്പിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല. ക്യാപ്സിക്കത്തിനൊക്കെ 6 റിയാലേ വിലയുള്ളൂ. കളർ ക്യാപ്സിക്കം ആണെങ്കിലും ഗ്രീൻ ആണെങ്കിലും ഒക്കെ ഏകദേശം ഒരേ വില തന്നെയാണുള്ളത്, കൂടുതലില്ല. പിന്നെ ഞാനൊരു ടിപ്പ് പറയാം കേട്ടോ, നിങ്ങൾ പോകുമ്പോൾ സാറ്റർഡേസിൽ പോണതാണ് നല്ലത്. അപ്പോൾ എന്താണെന്നറിയോ, തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ ആണല്ലോ ഈ മാർക്കറ്റ് ഉള്ളത്. തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ ആണ്. അപ്പോൾ ഇവർ സാറ്റർഡേ ഇതെല്ലാം കൊണ്ട് തിരിച്ച് ഫാമിലേക്ക് പോകുന്നതുകൊണ്ട് അന്നത്തെ ദിവസം ഈ ഗവൺമെൻറ് പറഞ്ഞ പ്രൈസിനേക്കാൾ നല്ല കുറച്ചുകൂടി കുറച്ചിട്ടാണ് വിൽക്കുന്നത്. കാരണം അവർക്ക് വേഗം വിറ്റ് തീർക്കാൻ വേണ്ടിയിട്ട് കുറേയും കൂടി വിലയാണ്. കുക്കുംബറിനൊക്കെ 3 റിയാൽ ഉണ്ടായുള്ളൂ. മല്ലിയില കണ്ടു, ഇത്രയും വലിയ കെട്ടിൻ്റെ മല്ലിയിലയ്ക്ക് 2 റിയാലാണ് ഉള്ളത്. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ കിട്ടണ കെട്ടിൻ്റെ ഒരു 5 ഇരട്ടിയുള്ള കെട്ടാണ് അവിടെ മല്ലിയില ഉള്ളത്. ഈ വൈറ്റ് ഓനിയനൊക്കെ 2 റിയാൽ ഉണ്ടായിരുന്നുള്ളൂ കിലോ. അങ്ങനെ പലയിടത്തും പല റേറ്റാണ്. ഈ ഷോപ്പിൽ 2 റിയാലായിരുന്നു. മത്തങ്ങ, ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കണ്ടോ, എല്ലാത്തരം വെജിറ്റബിൾസും ഇവിടെ ഉണ്ട്. സത്യം പറഞ്ഞാൽ മത്തങ്ങയൊക്കെ നല്ല വിലക്കുറവാണ് കേട്ടോ. 5 റിയാലുള്ളൂ 1 കിലോ മത്തങ്ങയ്ക്ക്. നമ്മൾ ഷോപ്പിനേക്കാൾ നല്ല വിലക്കുറവുണ്ട്. പിന്നെ ഇങ്ങനെ ബജിമുളകില്ലേ, ഇതിനൊക്കെ 7 റിയാൽ. അങ്ങനെ നല്ല വ്യത്യാസമുണ്ട് വില നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങണേക്കാളും. നല്ല ഫ്രഷുമാണ്. അവർ അന്നത്തെ ദിവസം ഇങ്ങനെ കൊണ്ടുവരുന്നതാണ് ഷോപ്പിൽ നിന്ന് അവരുടെ ഫാമിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ്. ഇവിടെയുള്ള മഷ്റൂംസിൻ്റെ വിലയ്ക്ക് ഞാൻ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇത് സ്പ്രൗട്ടാണ്, 6 റിയാലാണ്. ഈ മഷ്റൂമിൽ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വന്നതിന് 6 റിയാൽ. പിന്നെ ഈ മഷ്റൂമുകൾക്ക് 6 റിയാലാണ്. പിന്നെ ഇവിടെ ഉള്ള ഈ വൈറ്റ് മഷ്റൂംസിന് 5 റിയാലുള്ളൂ. നമ്മൾ ഷോപ്പിലേക്കാൾ വിലക്കുറവാണ്. പിന്നെ ഞാൻ വേറൊരു മഷ്റൂം, ഇതല്ല വേറൊരു മഷ്റൂം കാണിച്ചു തരാം. ഈ ഒരു മഷ്റൂം ഉണ്ടല്ലോ, ഒരു വലിയ സൈസ്, കുറച്ചൊരു ബ്രൗണിഷ് ആയിട്ടുള്ളൊരു മഷ്റൂം. ഈ മഷ്റൂമിൻ്റെ വില, ഇതിന് ഷിറ്റാക്കെ മഷ്റൂം എന്നാണ് ഇവർ പറയണത്. ഈ മഷ്റൂമിന് 14 റിയാലുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിനെന്തെങ്കിലും ഗുണം കൂടുതലുണ്ടാവും എന്ന് തോന്നുന്നു. പക്ഷേ എല്ലാത്തിനും വിലക്കുറവാണ്. പിന്നെ ഈ ഷോപ്പിൽ ഫ്രഷ് ഡേറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ സമയത്ത് നമ്മൾ സാധാരണ അങ്ങനെ കാണാറില്ലല്ലോ. 15 റിയാലാണ്. അവർ സാറ്റർഡേ ആയതുകൊണ്ട് 13 റിയാലിനാണ് അന്ന് സെല് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാ സാധനവും ഉണ്ടല്ലോ നമ്മൾ ഷോപ്പിൽ കാണുന്നേക്കാൾ നല്ല ഫ്രഷാണ്. ഇവിടെ മിൻറ്റിൻ്റെ ഒരു ബണ്ടിലിന് വെറും 2 റിയാലുള്ളൂ. ഒറ്റ ഇല പോലും കേടില്ല. എല്ലാം ഇന്നത്തെ ദിവസം വരണമെന്നാണ് പറയണത്. അത്രയ്ക്കും വിലക്കുറവുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ മുട്ടയുണ്ട്. ഈ കടയിൽ മാത്രമാണ് മുട്ട കണ്ടത്. പക്ഷെ മുട്ടയ്ക്ക് വില കൂടുതലാണ്. 25 റിയാലുണ്ട് മുട്ടയ്ക്ക് കേട്ടോ. പിന്നെ അവർ മുട്ടയ്ക്ക് ഇങ്ങനെ പ്രൈസ് കൂടാൻ കാരണം പറയണത് ഇത് ബ്രോയിലർ എഗ് അല്ല, നാടൻ മുട്ടയാണെന്നാണ് പറയണത്. പിന്നെ ഖത്തറിൻ്റെ സാധാരണ ബ്രോയിലർ എഗ് നമ്മൾ അൽമീറയിലൊക്കെ കിട്ടുന്ന 18 റിയാലിന് തന്നെ ഇവിടെ വേറെ വാങ്ങാൻ കിട്ടും. ഇത് അന്നന്ന് ഉള്ള മുട്ട അന്ന് തന്നെ കൊണ്ടുവന്നവർ ഫ്രഷ് ആയിട്ട് വിൽക്കണതാണെന്നാണ് അവർ എന്നോട് പറഞ്ഞത് ചോദിച്ചപ്പോൾ. ഞങ്ങൾ നടന്നു വന്നപ്പോൾ ഒരു ഷോപ്പിലത്തെ ഒനിയനാണ് കേട്ടോ, വൈറ്റ് ഒനിയൻ. 3 റിയാലേ ഉള്ളൂ കിലോ. പക്ഷെ ഇത് സൈസ് നോക്കി എന്തൊരു വലിയ ഒനിയനാണ്. ഫാമിലെ ഗുണം. ഇവിടെ ഒരുപാട് പച്ചക്കറി, എല്ലാ ഷോപ്പിലും ഉണ്ട് ഒരുപാട് പച്ചക്കറി, തക്കാളി, പച്ചമുളക് എല്ലാം ഉണ്ട്. ഇവിടെ ഒരു അമരപ്പയർ പോലത്തെ വേറൊരു തരം ബീൻസ് കണ്ടപ്പോൾ ഞാൻ വെറുതെ അതിൻ്റെ പേരെന്താണെന്ന് അവരോട് ചോദിച്ചു. പിന്നെ ഉണ്ടല്ലോ നമ്മൾ അതുപോലെയുള്ള സ്റ്റോൾ കൂടാതെ ഗ്രീൻ ഹൗസ് പോലെയുള്ള 2-3 സ്റ്റോളും കൂടി ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇതും വെജിറ്റബിൾസ് ഒക്കെ തന്നെ വിൽക്കണ ഒരു ഷോപ്പാണ്. ഇത് ഒരു ഗാർഡൻ്റെ ഒരു മോഡൽ പോലെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് പിള്ളേർക്ക് കളിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഗ്രീൻ ഹൗസിലുള്ള ഒരു സ്റ്റോളാണിത്. ഇതിലും കുറേ വെജിറ്റബിൾസും പിന്നെ പച്ചക്കറിയും വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും വിൽക്കണത്. ഇവർ ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കൂളറൊക്കെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്.
ഫ്രൂട്ട്സ്. ഇവിടെയാണ് സവാള കണ്ടത് ഞാൻ. നമ്മുടെ നോർമൽ സാധാരണ സവാള, മറ്റോടത്തൊക്കെ തീർന്നുകൊണ്ട് കണ്ടിരുന്നില്ല. പിന്നെ എല്ലാത്തിനും നമ്മുടെ ഷോപ്പിനേക്കാൾ പ്രൈസ് കുറവാണ്. അനാറിൻ്റെ വിലയാണ് എനിക്ക് ഞെട്ടിപ്പോയത്. നല്ല കുറവാണ്. നല്ല വലിയ അനാറ് പൊമഗ്രേറ്റിന് 6 റിയാലേ ഉള്ളൂ കിലോ. നല്ല കുറവാണ്. നിങ്ങൾ പോവുകയാണെങ്കിൽ എപ്പോഴും സാറ്റർഡേ പോകുന്നതാണ് നല്ലത്. അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞ പ്രൈസിനേക്കാൾ അവർക്ക് വിറ്റ് തീർക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, കുറച്ചുകൂടി വിലക്കുറവിനാണ് അവർ അന്നത്തെ ദിവസം സാധനം വിൽക്കുന്നത്. അത് ഞങ്ങൾ ആദ്യത്തെ ദിവസം പോയ ആദ്യം കയറിയ ഷോപ്പിലത്തെ ഒരു ചേട്ടനുണ്ടായി. ആ ചേട്ടനാണ് ഇത് പറഞ്ഞു തന്നത്. 2 റിയാലേ ഉള്ളൂ സവാളയ്ക്ക്. ഇവിടെയുണ്ട് എല്ലാ വെജിറ്റബിൾസും, ഇവിടെയുണ്ട് എല്ലാ സ്റ്റാളിലും ഉണ്ട് എല്ലാ വെജിറ്റബിൾസും. ഓരോരുത്തരുടെ ഫാമിൽ നിന്ന് വരണ എല്ലാ സംഭവങ്ങളും അവർ റെപ്രസെൻറ്റ് ചെയ്തിട്ട് അവരുടെ സ്റ്റാളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേയൊക്കെ കോമൺ ആണ്, എല്ലാത്തും സെയിം ഫിക്സഡ് പ്രൈസുമാണ്. പിന്നെ ഇനി ഇത് വേറൊരു സ്റ്റോളാണ് അതിൻ്റെ ഉള്ളിൽ തന്നെ. ഇത് മെയിനായിട്ട് ഗാർഡൻ സെറ്റ് ചെയ്യണതൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുള്ള ഒരു സ്റ്റോളാണ്. ഈ സ്റ്റോളിൽ എന്ന് പറയുന്നത് ഗാർഡൻ ഫർണിച്ചർ, പിന്നെ നമുക്ക് ഗാർഡനിൽ സെറ്റ് ചെയ്യാനുള്ള പോട്ടുകൾ, കൂജകൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ചെടി നടാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ കുറേ ഇങ്ങനെ വൈക്കോലൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്കത് എന്തിനാണ് സംഭവം എന്നൊന്നും മനസ്സിലായിട്ടില്ല. പിന്നെ വൈക്കോൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതുണ്ടല്ലോ, ഗാർഡനിൽ വെക്കാൻ പറ്റണ തണലിന് വേണ്ടിയിട്ടുള്ള കുടയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല ഭംഗിയുള്ള ഒരുപാട് ഇങ്ങനെ ചെടിച്ചട്ടികളും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇഷ്ടംപോലെ പേര് വാങ്ങുന്നുണ്ട് കേട്ടോ. എനിക്കങ്ങനെ ഞാൻ നോക്കിയില്ല സത്യം പറഞ്ഞാൽ. കാരണം ഇങ്ങനെ വൈക്കോൽ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് എന്തിനാണെന്ന് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല. പിന്നെ വള്ളം ഒക്കെ ഇരിപ്പുണ്ട്. എന്തെങ്കിലും ചെടി നടാനൊക്കെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഈ വൈക്കോല്. പിന്നെ ഇവിടെ കുറേ വള്ളം ഉണ്ട്. പിന്നെ ഇതൊക്കെ ചെറിയ ചെറിയ ട്രേകൾ ഒക്കെയാണ്. ഈ ട്രേയിലൊക്കെ നമുക്ക് ചെറിയ ചെറിയ ചെടി നടാനൊക്കെ ഉള്ള രീതിയിൽ കുറച്ച് സംഭവങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെയുള്ളൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഈ സംഭവം നമ്മളിത് ജസ്റ്റ് ചെടി വെച്ചിട്ട് ഈ ഒരു സാധനം, ഈ എന്താ പറയണ വൈക്കോല് പോലത്തെ എന്തോ ഒരു സംഭവം ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് ചെടി നടന്ന ഒരു സാധനമാണ് അത്. പിന്നെ ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ പേർബിൾസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറേ ഉണ്ട്, ചെറിയ രീതിയിലും വലിയ രീതിയിലുള്ള കുറേ ഇങ്ങനെ ചെടി നടാൻ പറ്റുന്ന പോട്ടുകളൊക്കെ ഈ ഷോപ്പിലുണ്ടായിരുന്നു. കണ്ട പോട്ട്, പിന്നെ ഇങ്ങനത്തെ ഒരുപാട് പോട്ടുകളുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ. നല്ല വില്ലയിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ അവർക്കൊക്കെ വാങ്ങിയാൽ നല്ലതാണ്. എനിക്ക് ബാൽക്കണി ഒന്നുമില്ല എൻ്റെ ഫ്ലാറ്റിൽ, അപ്പോൾ അതുകൊണ്ട് ഞാനിതൊന്നും അങ്ങനെ നോക്കിയില്ല സത്യം പറഞ്ഞാൽ, വെറുതെ ജസ്റ്റ് ഇങ്ങനെ. പിന്നെ കണ്ട കോഴിക്കോടാണ് ഉള്ളത് ഈ ഫാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു കാറ്റിൽ ഫീഡായിട്ട് ബന്ധപ്പെട്ട ഒരു കാറ്റിൽസിനെയൊക്കെ വളർത്തതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാമാണെന്നാണ് എനിക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. വീട്ടിൽ വളർത്താൻ പറ്റുന്ന കോഴിക്കോട്, പിന്നെ അവരുടെ ലൈഫ് സ്പാൻ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. കണ്ടോ ഇങ്ങനെ ചെറിയ ചെറിയ ഇതുണ്ട് ചെടി വളർത്താൻ വേണ്ടിയിട്ട്. കുഞ്ഞു ചെടികളെയൊക്കെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കുഞ്ഞു ട്രേകളും അങ്ങനെ കുറേ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഗാർഡൻ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഗാർഡൻ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഡെമോ പോലെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ദൂരെ കാണുന്നത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പ്ലേ ഏരിയ അവിടെ ഉണ്ട്. പിന്നെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഫുഡ് സ്റ്റോൾസ് ആണ്. പിന്നെ ഇത് ഞാൻ ഫാമിൽ നിന്ന് കൊണ്ടുവച്ചിരിക്കുന്ന ചെടികളാണ് ഈ പോട്ടോട് കൂടി. പിന്നെ ചെടിച്ചട്ടിയും ഇവിടെ വിൽക്കുന്നുണ്ട്. പലതരം ചെടിച്ചട്ടികൾ വിൽക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഈ ഓരോ ചെടിയും ഫാമിൽ നിന്ന് അവർ ഡയറക്റ്റ് കൊണ്ടുവച്ചിരിക്കുകയാണ്. ഇതുമൊക്കെ പ്രൈസ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് വാങ്ങാം, അങ്ങനെ എടുക്കാം. അപ്പോൾ അറബ്സൊക്കെ ഒരുപാട് പേര് വാങ്ങിക്കൊണ്ട് പോകണതൊക്കെ കണ്ട്. വലിയത് തൊട്ട് കുഞ്ഞു വരെയുള്ള ചെടികളുണ്ട്. നമ്മുടെ കുഞ്ഞ് ചെറിയ തൂക്കിയിടുന്ന ചെടി വരെയുണ്ട്. എല്ലാ സൈസിലുള്ള ചെടികളും കണ്ടു. കുറേ ഉണ്ട്. പിന്നെ എനിക്ക് ചെടിയൊന്നും ഞാൻ അങ്ങനെ നോക്കില്ല, വെജിറ്റബിൾസ് ആണ് നോക്കിയത്. പക്ഷെ ശരിക്കും തോന്നി വൈകിപ്പോയി വരാമെന്ന് തോന്നി. ജാനുവരിയിൽ വരികയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ. ഇപ്പോൾ നിങ്ങൾ എന്തായാലും മാർച്ച് 31 മുമ്പ് പോകാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോകണം. നമുക്ക് 2 വീക്സിനൊക്കെയുള്ള വെജിറ്റബിൾസ് ഒരുമിച്ച് വാങ്ങി വെച്ചിട്ട് 2 വീക്സ് കൂടുമ്പോൾ പോവുകയാണെങ്കിൽ ശരിക്കും നല്ലതാണ്. കാരണം നല്ല പ്രൈസ് കുറവുണ്ട്. പ്രൈസ് കുറവ് മാത്രമല്ല, കുട്ടികൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മളൊരു ഹൈപ്പർ മാർക്കറ്റിൽ പോണ പോലെയല്ല. ഇങ്ങനെ ഒരുപാട് കാഴ്ചകളും പിന്നെ അവർക്ക് കളിക്കാനുള്ള സ്ഥലവും പിന്നെ കുഞ്ഞു ഫുഡ് സ്റ്റോളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് നല്ല ഇഷ്ടപ്പെടും. നമുക്കും നല്ല രസമാണ്. വേറൊരു എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് വാങ്ങുമ്പോൾ. ഞാൻ ശരിക്കും പറഞ്ഞാൽ അവിടെ അധികം മലയാളികൾ അങ്ങനെ കണ്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇനി ഇവിടെ പ്രൈസ് കൂടുതലാണെന്ന് ഓർത്ത് വരാതിരിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ വരാതിരിക്കേണ്ടെന്ന് ഓർത്തിട്ടാണ്. കാരണം നല്ല വിലക്കുറവാണ്. സാറ്റർഡേയ്സിൽ ഞാൻ ആക്സിഡൻ്റലി സാറ്റർഡേ പോയതാണ്. പക്ഷേ സാറ്റർഡേയ്സിലാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. അവർ ആ സാധനങ്ങൾ വിറ്റ് തീർക്കാനുള്ളതുകൊണ്ട് അവർ ഗവൺമെൻറ് ഫിക്സ് ചെയ്ത പ്രൈസിനേക്കാൾ കുറവിനാണ് അവരന്ന് വിൽക്കണം. കണ്ടോ ഇതുപോലെ നിറച്ച് ചെടികളുണ്ട് അവിടെ, ഒരുപാട് ചെടികളുണ്ട്. നമുക്ക് ഏത് രീതിയിലും ഏത് സൈസിലെ വേണമെങ്കിലും വാങ്ങാൻ കിട്ടും.
ഓരോ സ്റ്റോളും ഓരോ ഫാമിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഓരോ സ്റ്റോളിനും ഇങ്ങനെ നമ്പറൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ളത് വാങ്ങാം. കുഞ്ഞു മുതൽ എല്ലാ തരം ചെടികളും ഉണ്ട്. നിങ്ങളവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഞാൻ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് സത്യത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ വളരെ വിലക്കുറവിന് ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ കിട്ടുന്നത്. ആ ദൂരെ കാണുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾ കളിക്കണ ഈ സ്ഥലമാണ്. ഇവിടെ കയറാൻ ടിക്കറ്റ് ഉണ്ട്. ബാക്കി പിന്നെ അവിടെ 2-3 റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും ഇതൊരു റൈഡാണ്. ഇതിനും അതെ 15 റിയാൽ കൊടുത്താൽ ഇവർ ഇതിൻ്റെ മെഹസിൽ ഫെസ്റ്റിവൽ നടക്കുന്നതിൻ്റെ ലൊക്കേഷൻ മൊത്തം ഇങ്ങനെ വെറുതെ ഒന്ന് കറക്കും. അതാണ് ഈ റൈഡ്. പിന്നെ ഇവിടെ ഇങ്ങനെ വെറുതെ ഗാർഡൻ ഇങ്ങനെ പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വിൽക്കണതൊന്നുമല്ല, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ആ കാണുന്നത് ഫുഡ് സ്റ്റോളാണ് കേട്ടോ. ഇങ്ങനെ ഒരുപാട് ഫുഡ് സ്റ്റോൾ അവിടെ ഉണ്ട്. അതിലൊരു ഫുഡ് സ്റ്റോളാണ് ഇത്. ഹൽവ വിൽക്കണ ഫുഡ് സ്റ്റോളാണ്. ഒമാനി ഹൽവ വിൽക്കണ ഫുഡ് സ്റ്റോളാണ്. كيف حالك؟ ربنا يكرمك. This sweet. Like this 4. In Nabi 4. Ding 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 ding. This sweet Oman and this in Nabi. In Nabi. ഒമാനി സ്വീറ്റ്, ഒമാനി ഹൽവ. Kerala. Sugum le. Narla sugum. TK. അവരുടെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. ഹിന്ദിയിലും ഇങ്ങനെ ഒരേ حياكم الله شعارنا سيفين الحلوى العنابية. هذه إكرام للعنابي للأدعم البطل. سميناها أبو 4. حياكم. الوعد الساعة 8 إن شاء الله فريش. 3 hours. ഓക്കെ. അവരുണ്ടാക്കിയ ഹൽവ ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇവിടെ പോയി നോക്കാം. ഷോപ്പിങ്ങിൻ്റെ വേറൊരു എക്സ്പീരിയൻസ് ആണ്. പോവാത്തവരൊക്കെ പോയി നോക്കാം. നല്ല രസമുണ്ട്. പിന്നെ വക്രയിലും ഉണ്ട് ഇങ്ങനെ ഒരു മാർക്കറ്റ്. പക്ഷെ അത് ബൾക്കായിട്ട് വാങ്ങണം. ഇവിടെ എത്ര ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിലും വാങ്ങാം. ഞാൻ ഇത്ര സംഭവങ്ങളെ ആകെ വാങ്ങിയിട്ടുള്ളൂ. 1 വീക്കിലേക്കുള്ള വെജിറ്റബിൾസ് അത്രയും ഞാൻ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. ജർജീറൊക്കെ ഭയങ്കര വലിയ ബണ്ടില്ല. അപ്പം നമുക്ക് ചെറുതായിട്ട് വാങ്ങാൻ കിട്ടും. അപ്പോൾ നിങ്ങൾ പോവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും പോയി നോക്കാം. ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.